എല്ലാവർക്കും കേരള PSC ഓഡിയോ ക്ലാസ്സസിലേക്ക് സ്വാഗതം. ഇന്ന് ഡേ 2 ആണ്. കേരള ചരിത്രത്തിൽ യൂറോപ്യന്മാരുടെ ആഗമനം എന്ന പാഠഭാഗത്തിൽ എന്ന സിലബസ് ഭാഗത്തിൽ ഏതാനും കുറച്ചുകൂടി പോയിൻറ്റ്സ് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്ലാസ് ഉപകരിക്കും. കേരളത്തിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള യൂറോപ്യൻ ശക്തികളെക്കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ കാണാൻ ശ്രമിക്കുക. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് വന്ന യൂറോപ്യൻ ശക്തി ഏതായിരുന്നു? പോർച്ചുഗീസുകാരായിരുന്നു. അവരെ നമ്മൾ പറങ്കികളെന്നും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരാണ് ഈ പോർച്ചുഗീസുകാരെ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്ക് അയക്കുന്നത്? പോർച്ചുഗീസുകാരെ അയക്കുന്നത് പോർച്ചുഗലിലെ രാജാവായിരിക്കും അല്ലേ? അപ്പോൾ പോർച്ചുഗൽ രാജാവായിട്ടുള്ള ഡോം മാനുവൽ ആയിരുന്നു വാസ്കോ ഡി ഗാമയെ കേരളത്തിലേക്ക് അയക്കുന്നത്, അതായത് ഇന്ത്യയിലേക്ക്. 1498 മെയ് 20 കച്ചവട ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അയക്കുന്നു. കോഴിക്കോട് കാപ്പാടാണ് കപ്പലിറങ്ങുന്നത്. കപ്പലിൻ്റെ പേരാണ് സെൻറ്റ് ഗബ്രിയേൽ. സെൻറ്റ് ഗബ്രിയേൽ എന്ന പേരുള്ള കപ്പലിലാണ് ഇറങ്ങുന്നത്. അന്ന് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരിയായിരുന്നു. മാനവിക്രമൻ സാമൂതിരി എന്നറിയപ്പെടും. അങ്ങനെ 1498 ഓഗസ്റ്റ് ആവുമ്പോൾ കോഴിക്കോട്ട് നിന്നും അവർ കണ്ണൂരിലേക്ക് പോയി. കാരണം ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോഴിക്കോട് അവർക്ക് കച്ചവട സൗകര്യങ്ങൾ ലഭിച്ചില്ല. അതുകൊണ്ട് കണ്ണൂരിലെ കോലത്തിരി അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കിയത് കൊണ്ട് അവർ കണ്ണൂരിലേക്ക് തിരിച്ചു. പിന്നീട് അവരുടെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ 1498 അതേ വർഷം തന്നെ അവർ പോർച്ചുഗലിലേക്ക് തിരിച്ചുപോയി. മിസ്ബണിലേക്ക് അവിടേക്ക് തിരിച്ചുപോയി. പിന്നീട് ഈ പോർച്ചുഗീസുകാർ വരുന്നത് 1500കളിലാണ്. 1500 കബ്രാൾ രാജാവിൻ്റെ നേതൃത്വത്തിലാണ് അടുത്ത സംഘം ഇന്ത്യയിലേക്ക് വരുന്നത്. അതായത് ഐറിസ് കൊറിയ എന്ന പോർച്ചുഗീസുകാരനെയാണ് ഇന്ത്യയിലേക്ക് അയക്കുന്നത്. ആരാണ് അയക്കുന്നത്? കബ്രാൾ രാജാവ്. ആദ്യമായിട്ട് വന്നത് വാസ്കോ ഡി ഗാമയായിരുന്നു. വാസ്കോ ഡി ഗാമയെ അയച്ചത് പോർച്ചുഗൽ രാജാവായിരുന്ന ഡോം മാനുവൽ ആയിരുന്നു. പക്ഷെ രണ്ടാമത് വരുന്നത് 1500കളിൽ കബ്രാൾ രാജാവിനെ നേതൃത്വത്തിൽ അയച്ച സംഘത്തിലുണ്ടായിരുന്നത് ഐറിസ് കൊറിയ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് അറബികളൊക്കെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമായിരുന്നു. അപ്പോൾ തുടർന്ന് കബ്രാൾ ഈ കൊച്ചിയിലേക്ക് പോവുകയുണ്ടായി. അങ്ങനെ കൊച്ചി രാജാവ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. ഇങ്ങനെയൊക്കെ കാലം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 1502 ആവുമ്പോൾ വീണ്ടും വാസ്കോ ഡി ഗാമ ഇന്ത്യയിലേക്ക് വരികയാണ്. എവിടെയാണ് വരുന്നത്? ഗോവയ്ക്കടുത്താണ് വരുന്നത്. ഗോവയ്ക്കടുത്ത് അഞ്ചുദ്വീപിൽ വരുന്നു. കേരളത്തിലേക്ക് പിന്നീട് വരുന്നുണ്ട്. ആദ്യം ഗോവയ്ക്കടുത്ത് അഞ്ചുദ്വീപിൽ വന്നു, പിന്നെ കേരളത്തിലേക്ക് വന്നു. അപ്പോൾ വാസ്കോ ഡി ഗാമയെ ഡോം മാനുവൽ എന്ന രാജാവ്, അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് മാനുവൽ 1. അപ്പോൾ ഇദ്ദേഹം ഒരു പേരിട്ട് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ സേനാധിപതി എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗാമ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഇന്ത്യയിലേക്ക് വന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഗാമ മുഴുവൻ ടോട്ടൽ ഒരു 3 തവണയായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. 1498, പിന്നീട് 1502, 1524. ഈ 3 വർഷവും ഓർമ്മിച്ച് വയ്ക്കുക. 1498, 1502, 1524. അപ്പോൾ വാസ്കോ ഡ ഗാമ കാപ്പാട് കപ്പലിറങ്ങുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു 3 കപ്പലുകളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ? ഒരു കപ്പലിൻ്റെ പേര് നമ്മളിപ്പോൾ പഠിച്ചു, സെൻറ്റ് ഗബ്രിയേൽ. ആ കപ്പലിലാണ് വാസ്കോ ഡി ഗാമ ഉണ്ടായിരുന്നത്. അപ്പം മറ്റ് 2 കപ്പലുകൾ കൂടിയുണ്ട്. ആ കപ്പലുകളാണ് സെൻറ്റ് റാഫേലും സെൻറ്റ് ബെറിയോയും. സെൻറ്റ് റാഫേലും ബെറിയോയും ഈ 2 കപ്പലും കൂടി വാസ്കോ ഡി ഗാമയുടെ 1ാം വരവിൽ അവരെ അനുഗമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് 1503 ആവുന്നു. ആ സമയത്ത് ഫ്രാൻസിസ് കോഡ് അൽബുക്കർക്കിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഇന്ത്യയിലെത്തുന്നു. ഷോർട്ടായിട്ട് നമുക്ക് അൽബുക്കർക്ക് എന്ന് പഠിക്കാം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം ഇന്ത്യയിലെത്തുന്നു. അങ്ങനെ അതേ വർഷം തന്നെ കൊച്ചി രാജാവിൻ്റെ സഹായത്തിൽ പോർച്ചുഗീസുകാരൊരു കോട്ട കെട്ടുന്നു. അപ്പോൾ ഇന്ത്യയിൽ യൂറോപ്യൻസ് അല്ലെങ്കിൽ പോർച്ചുഗീസുകാർ ആദ്യമായിട്ട് നിർമ്മിക്കുന്ന കോട്ട എന്ന പേര് ഇതിന് വരുന്നു. ആ കോട്ടയാണ് മാനുവൽ കോട്ട. പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ കോട്ടയാണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് അല്ലേ?
അപ്പോൾ ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള പോർച്ചുഗീസുകാരുടെ ആദ്യത്തെ കോട്ട എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള യൂറോപ്യൻസിൻ്റെ ആദ്യത്തെ കോട്ടയാണല്ലോ. അപ്പോൾ ആ കോട്ടയായിരുന്നു മാനുവൽ കോട്ട. 1503 മാനുവൽ കോട്ട നിർമ്മിക്കുന്നു. പിന്നീട് 1505 പോർച്ചുഗീസുകാരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അവർ ഇന്ത്യയിലേക്ക് ഒരു രാജ്യപ്രതിനിധിയെ അല്ലെങ്കിൽ ഒരു വൈസ്രോയിയെ ഇന്ത്യയിലേക്ക് അയക്കുന്നു. അദ്ദേഹമാണ് അൽമേഡ, ഫ്രാൻസിസ്കോ അൽമേഡ. അപ്പോൾ ഇദ്ദേഹം എന്തോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ വന്നിട്ട്. പ്രത്യേകിച്ച് കണ്ണൂരാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്. എന്താണ്? ഇയാൾ കണ്ണൂർ കോട്ട ഉണ്ടാക്കി അല്ലേ? കണ്ണൂർ കോട്ട സ്ഥാപിച്ചു, സെൻറ്റ് ആഞ്ചലസ് കോട്ട. അതുപോലെ തന്നെ വാട്ടർ പോളിസി, ബ്ലൂ വാട്ടർ പോളിസി നടപ്പിലാക്കിയ വൈസ്രോയിയാണ് അൽമേഡ. അപ്പോൾ ഈ സമയത്ത് സാമൂതിരികൾക്ക് ഈ പോർച്ചുഗീസുകാരോട് ഇഷ്ടമുണ്ടായിരുന്നില്ല. അവരുടെ കച്ചവട താല്പര്യങ്ങൾക്കൊന്നും അനുകൂലിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഇവർക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് തുർക്കികളുടെയും അറബികളുടെയും സഹായം സ്വീകരിച്ചുകൊണ്ട് ഈ സാമൂതിരിക്കാർ യുദ്ധം ചെയ്തു. അങ്ങനെ അൽമേഡയുടെ പുത്രൻ ലൊറൻസ്രോ എന്ന് പറഞ്ഞ അൽമേഡയുടെ പുത്രൻ ഈ സംഘത്തെ പരാജയപ്പെടുത്തി 1506. ആ സമയമൊക്കെ അൽമേഡ ഇവിടെ തന്നെയാണുള്ളത്. അങ്ങനെ 1509 ആകുമ്പോൾ അൽമേഡ തിരിച്ചുപോയി. പിന്നീട് ഇന്ത്യയിലേക്ക് വരുന്ന പോർച്ചുഗീസുകാരനാണ് അൽബുക്കർക്ക്. അതിനുശേഷം അൽബുക്കർക്കാണ് രാജപ്രതിനിധിയായിട്ട് പദവി വഹിക്കുന്നത്, അതായത് വൈസ്രോയി ആവുന്നത്. അൽമേഡ ആയിരുന്നു ആദ്യത്തെ യൂറോപ്യൻ വൈസ്രോയി ആയിട്ട് ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്നത് അൽമേഡ ആയിരുന്നു. അപ്പോൾ അൽമേഡ തിരിച്ചു പോയതിനു ശേഷം അവിടെ നിലവിലുണ്ടായിരുന്ന അൽബുക്കർക്കായിരുന്നു. അൽബുക്കർക്ക് വൈസ്രോയി ആയി മാറി. അപ്പോൾ ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യ സ്ഥാപകനായി അറിയപ്പെടുന്നത് അൽബുക്കർക്കാണ്. ഇദ്ദേഹം തന്നെയാണ് സാമൂതിരിയുടെ കൊട്ടാരം ചുട്ടത്. അപ്പോൾ പോർച്ചുഗീസിൻ്റെ ആസ്ഥാനം കേരളത്തിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയത് അൽബുക്കർക്കാണ്. 1510 നടക്കുന്നത്. ബീജാപ്പൂർ സുൽത്താനിൽ നിന്ന് ഗോവ പിടിച്ചെടുത്തിട്ട് പോർച്ചുഗീസിൻ്റെ ആസ്ഥാനം കേരളത്തിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹം സതി നിരോധിച്ചു, മിക്സഡ് കോളനി സിസ്റ്റം കൊണ്ടുവന്നു, ഇന്ത്യക്കാരെ സൈന്യത്തിൽ എടുത്ത് പരിശീലനം നൽകി, ഭാരതീയ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ നിർബന്ധിച്ചു. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത് അൽബുക്കർക്കാണ്. പിന്നീട് 1515 ആവുമ്പോൾ ഗോവയിൽ അൽബുക്കർക്ക് മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് വരുന്നതാണ് ലോപ്പോസോറസ്. ഈ ലോപ്പോസോറസിൻ്റെ പിൻഗാമിയായിരുന്നു സി സെക്യൂറ. അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിരുന്നു ഡാർട്ടിമിനസ്. അപ്പോൾ കുറേ കാലങ്ങളൊക്കെ കഴിഞ്ഞു പോയി. 6ാമത്തെ വൈസ്രോയി ആയിട്ടാണ് വാസ്കോഡി ഗാമ പിന്നീട് വരുന്നത്. 1524 പിന്നീട് വരുന്നത്. 3 വട്ടം വന്നു. ആദ്യത്തെ വട്ടം 1498 വന്നു, പിന്നെ 1502 വന്നു, 1524 വർഷമാണ് പിന്നീട് വാസ്കോഡി ഗാമ വരുന്നത്. 6ാമത്തെ വൈസ്രോയി ആയിട്ടാണ് വരുന്നത്. അതായത് പോർച്ചുഗീസ് ഗവർണറായിട്ട് വന്നു. അങ്ങനെ 1524 ഡിസംബർ 24 കൊച്ചിയിൽ വെച്ചിട്ട് ഇദ്ദേഹം മരണപ്പെട്ടു. സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് എന്ന പള്ളിയിലാണ് ഇദ്ദേഹത്തിൻ്റെ ശരീരം അടക്കിയിട്ടുള്ളത്. കേരളത്തിലായിരുന്നു. പോർച്ചുഗീസ് ആദ്യമായിട്ട് പണിത പള്ളിയായിരുന്നു. പിന്നീട് ഒരുപാട് കാലത്തിന് ശേഷം 1539 ആവുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശവകുടീരം ജെറോണിമസ് കത്തീഡ്രൽ, അതായത് പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയി അവിടുത്തെ ജെറോണിമസ് കത്തീഡ്രലിലേക്ക്, ലിസ്ബണിലെ ജെറോണിമസ് കത്തീഡ്രലിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഈ പള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത് ബോധിക് ശൈലിയിലാണ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. വാസ്കോഡി ഗാമയുടെ മരണകാരണം മലേറിയ ആയിരുന്നു. അദ്ദേഹത്തിന് ശേഷം ഇന്ത്യയിലേക്ക് വരുന്നത് ഹെൻറിക് ഡി മെനിസ് ആണ്. അദ്ദേഹമായിരുന്നു വലിയ ഹസനെ വധിച്ചത്. വലിയ ഹസൻ എന്ന് പറയുന്നത് കണ്ണൂർ രാജാവിൻ്റെ കപ്പിത്താനായിരുന്നു. അദ്ദേഹത്തെ വധിച്ചത് ഹെൻറിക് ഡി മെനിസസ് ആണ്. പിന്നീട് നമ്മൾ പറയുന്നത് കുഞ്ഞാലി മരക്കാരെ കുറിച്ചാണ്.
കൊച്ചിയിലെ കടൽ കച്ചവടക്കാരായിരുന്നു കുഞ്ഞാലിമാർ. മുന്നത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അവർ പിന്നീട് സാമൂതിരിയുടെ നാവികപ്പടയുടെ നായകന്മാരായി. പോർച്ചുഗീസുകാർക്കെതിരെ ഗുറില്ല മുറകളൊക്കെ സ്വീകരിച്ചത് ഈ കുഞ്ഞാലിമാരായിരുന്നു. അതായത് ഒളിപ്പോരൊക്കെ സ്വീകരിച്ചത്, ഒളിപ്പോര് ഒക്കെ നടത്തിയത് കുഞ്ഞാലിമാരായിരുന്നു. അടിച്ചിട്ട് കടന്നു കളയുക എന്ന സമരതന്ത്രമൊക്കെ ആവിഷ്കരിച്ചത് കുട്ടിയലിയാണ്. കുട്ടിയലിയായിരുന്നു അടിച്ചിട്ട് കടന്നു കളയുക എന്ന തന്ത്രമൊക്കെ ആവിഷ്കരിച്ചത്, സമരതന്ത്രം. അങ്ങനെ ഹെൻറിക് ഡി മെനിസിസ് ആണ് ഇപ്പോൾ നിലവിൽ പോർച്ചുഗീസിൻ്റെ ഗവർണറായിട്ടുണ്ടായിരുന്നത്. നമ്മൾ പഠിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ഹെൻറിക് ഡി മെനിസിസ് കുഞ്ഞാലിമാരുടെ താവളം ആക്രമിക്കുകയുണ്ടായി. താവളത്തിൻ്റെ പേരാണ് പന്തലായനി കൊല്ലം. ഇത് ആക്രമിച്ചതോടുകൂടി അവിടുത്തെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരുന്നു. പിന്നീട് 1529 പോർച്ചുഗീസ് വൈസ്രോയി ആയിട്ട് നുനോ ഡി കുൻഹ വരുന്നു. ഇദ്ദേഹം ചാലിയൻ കോട്ട നിർമ്മിക്കുന്നു. എവിടെയാണ്? കോഴിക്കോട്. ഈ ചാലിയൻ കോട്ട നിർമ്മിക്കുക എന്ന് പറയുന്നത് സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാലിമാരുടെ താവളം ആക്രമിച്ചു. ഹെൻറിക് ഡി മെനസിസ് ഗവർണറായിരിക്കുന്ന സമയത്ത് കുഞ്ഞാലിമാരുടെ താവളമൊക്കെ ആക്രമിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ ഭയങ്കര സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിനുശേഷം നുനോ ഡി കുൻഹ ഗവർണറായിട്ട് 1529 വരുന്നു. തുടർന്ന് ചാലിയൻ കോട്ട നിർമ്മിക്കുന്നു. ഇത് സാമൂതിരിക്കൊരു തിരിച്ചടിയാണ്. അപ്പോൾ സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നത് ചാലിയൻ കോട്ടയുടെ നിർമ്മാണമാണ്. കോഴിക്കോടായിരുന്നു. അങ്ങനെ കുഞ്ഞാലി 1 ശേഷം കുഞ്ഞാലി 2 വരുന്നു. പോർച്ചുഗീസ് രാജാവിൻ്റെ സൈനിക സഹോദരനാണെന്ന് അറിയപ്പെട്ടിരുന്ന ഒരു രാജാവിനെ പറ്റി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് പുറക്കാട്ട് രാജാവ്. ഈ ചാലിയൻ കോട്ടയ്ക്ക് പുറമെ വേറൊരു കോട്ട കൂടി ഇവർ സ്ഥാപിച്ചിട്ടുണ്ട്. ഡച്ച് പാലസ് എന്നാണ് പേര്. മട്ടാഞ്ചേരി കൊട്ടാരം എന്നും അറിയപ്പെടും. ഡച്ച് പാലസ് എന്ന് കേൾക്കുമ്പോൾ ഡച്ചുകാരുണ്ടാക്കിയതാണ് എന്നുള്ള ഒരു ധാരണ വരും. അത് തെറ്റാണ്. 1555 മട്ടാഞ്ചേരി കൊട്ടാരം അല്ലെങ്കിൽ ഡച്ച് പാലസ് ഉണ്ടാക്കിയത് പോർച്ചുഗീസുകാരാണ്. കുഞ്ഞാലി മരക്കാറിനെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞാലി മരക്കാർ, അതായത് കുഞ്ഞാലി 1 ശേഷം കുഞ്ഞാലി 2 വരുന്നു എന്ന് പറഞ്ഞു. അവരുടെ ഓർഡർ എങ്ങനെയാണെന്ന് വെച്ചാൽ കുഞ്ഞാലി മരക്കാർ 1 എന്ന് പറയുന്നത് കുട്ടി അഹമ്മദ് അലിയാണ്. അദ്ദേഹം 1524 മുതൽ 38 വരെയായിരുന്നു. പിന്നീട് കുഞ്ഞാലി മരക്കാർ 2, അദ്ദേഹമാണ് കുട്ടി പോക്കറലി. പിന്നീട് 3-മൻ, അദ്ദേഹത്തെ അറിയപ്പെടുന്നത് പട്ടുമരക്കാർ എന്നാണ്. 4-മൻ മുഹമ്മദ് അലി മരയാറാണ്. ഈ പട്ടുമരക്കാർ, പടമരക്കാർ എന്നൊക്കെ അറിയപ്പെടുന്നത് കുഞ്ഞാലി 3-മനാണ്. പട്ടുമരക്കാർ എന്നും അറിയപ്പെടും, പടമരക്കാർ എന്നും അറിയപ്പെടും. ഇതൊക്കെ കുഞ്ഞാലി 3-മനാണ്. അറബിക്കടലിൻ്റെ സിംഹം എന്നറിയപ്പെടും. അദ്ദേഹം മരിച്ചത് സ്വാഭാവിക മരണമായിരുന്നു, അല്ലാതെ പോർച്ചുഗീസുകാരെ കൊന്നതൊന്നുമല്ല, സ്വാഭാവിക മരണമായിരുന്നു. പുതുപ്പണം കോട്ട നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ മരക്കാർ കോട്ടയൊക്കെ നിർമ്മിച്ചത് കുഞ്ഞാലി മരക്കാർ 3 അദ്ദേഹം തന്നെയാണ് ചാലിയൻ കോട്ട നശിപ്പിക്കുന്നത്. പോർച്ചുഗീസ് ഉണ്ടാക്കിയ ചാലിയൻ കോട്ട 1571 നശിപ്പിക്കുന്നത് കുഞ്ഞാലി 3-മനാണ്. ഈ പറഞ്ഞ പുതുപ്പണം കോട്ട അല്ലെങ്കിൽ മരക്കാർ കോട്ട നിർമ്മിച്ചത് കോഴിക്കോട് കോട്ടയ്ക്കലിലാണ്. കുഞ്ഞാലി മരക്കാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങയിലാണ്. അതിനുശേഷം കുഞ്ഞാലി മരക്കാർ 4-മനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ കുഞ്ഞാലി 4-മൻ അദ്ദേഹത്തിന് നമ്മൾ മുസ്ലിങ്ങളുടെ രാജാവ്, മൂറുകളുടെ അധിപൻ, ഇന്ത്യൻ സമുദ്രങ്ങളുടെ അധിപൻ എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു. INS കുഞ്ഞാലി എന്ന ഒരു പേര് നമ്മളെവിടെയും കേട്ടിട്ടുണ്ടോ? നിങ്ങളെവിടെയും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ പോർച്ചുഗീസുകാരുടെ ഭരണം പൂർണ്ണമായിട്ടും അവസാനിക്കുന്നത് 1600-കളിലാണ്. അവർക്ക് ശേഷമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്ന 2-മത്തെ യൂറോപ്യൻ ശക്തിയാണ് ഡച്ചുകാർ. ഡച്ചുകാരെ ലന്തക്കാർ എന്ന് പറയുന്നു. അവരുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ
തീരപ്രദേശങ്ങളിൽ കുഷ്ഠരോഗ ആശുപത്രിയൊക്കെ തുടങ്ങി പള്ളിപ്പുറത്ത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ അവർ ഒരുപാട്, നേരത്തെ നമ്മൾ പറഞ്ഞു ഹോർത്തൂസ് മലബാറിക്കസ് അവരുടെ സംഭാവനയാണ്. അതിലേക്കൊക്കെ നമുക്ക് വരാം. ഡച്ചുകാരുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവർ സ്ഥാപിച്ചിട്ടുണ്ട്. ബംഗാളിൽ സ്ഥാപിക്കുകയുണ്ടായി 1602. യുണൈറ്റഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാണ് അതിൻ്റെ പേര്. ഹൗട്ടുമാനാണ് സ്ഥാപിക്കുന്നത്. അപ്പോൾ ഈ യുണൈറ്റഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ശേഷം അതിൻ്റെ പ്രതിനിധിയായിട്ട് അഡ്മിറൽ ഹേഗൻ ഇന്ത്യയിലേക്ക് വരുന്നു 1603. പിന്നീട് 1604 ഡച്ചുകാരും സാമൂതിരിയുമായിട്ട് ഉടമ്പടികളൊക്കെ നടക്കുന്നുണ്ട്. ആ ഉടമ്പടിയുടെ പേരാണ് ചേറ്റുവ ഉടമ്പടി. സാമൂതിരിയും ഡച്ചുകാരും തമ്മിലാണ് ഉടമ്പടി നടക്കുന്നത്. ഡച്ചുകാരുടെ സംഭാവനകളെക്കുറിച്ച് നേരത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു, ഹോർത്തൂസ് മലബാറിക്കസിനെ പറ്റി. ആ ബുക്ക് എഴുതിയത് ലാറ്റിൻ ഭാഷയിലാണ്. അതുപോലെ തന്നെ ആ ബുക്ക് എഴുതാൻ സഹായിച്ചത് 3 ബ്രാഹ്മണന്മാരുണ്ട്. അപ്പുഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട്. ഈ 3 ബ്രാഹ്മണർ ഈ ബുക്ക് എഴുതാൻ സഹായിച്ചിട്ടുണ്ട്. പിന്നീടുള്ള ഡച്ചുകാരുടെ സംഭാവന ബോൾഗാട്ടി പാലസ് ആയിരുന്നു. 1744 ബോൾഗാട്ടി പാലസാണ് ഡച്ചുകാരുടെ സംഭാവന. അതുപോലെ ഡച്ചുകാരുടെ ആദ്യത്തെ ഫാക്ടറി 1605 മസൂലി പട്ടണത്തിൽ വന്നു. മസൂലി പട്ടണത്തിൽ 1605 ഡച്ചുകാരുടെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിക്കുന്നു. ഇതിനുശേഷം ഡച്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ ചെറിയൊരു യുദ്ധം നടക്കുന്നു. അതിന് ബാറ്റിൽ ഓഫ് ബെഡാറ എന്ന് പറയുന്നു. ബാറ്റിൽ ഓഫ് ബെഡാറ അത് AD 1759 നടക്കുന്നത്. ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് സംഭാവന ചെയ്തത് ഡച്ചുകാരാണെന്ന് നമ്മൾ പറഞ്ഞു. വാൻഡ്രീഡാണ് അത് രചിച്ചത് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എപ്പോഴാണ് പ്രസിദ്ധീകരിച്ചതെന്ന് അറിയാമോ ആർക്കെങ്കിലും? അതെങ്കിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊന്നുമല്ല, പ്രസിദ്ധീകരിച്ചത് 1678 ആംസ്റ്റർഡാമിൽ വെച്ചിട്ടാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പുസ്തകമാണ് അത്. ഈ ഹോർത്തൂസ് മലബാറിക്കസിനെ നമ്മൾ മലബാറിൻ്റെ പൂന്തോട്ടം അല്ലെങ്കിൽ കേരള ആരാമം എന്നൊക്കെ അറിയപ്പെട്ടിട്ടുണ്ട്. മലയാള ഭാഷ തന്നെ അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് രചിക്കാൻ വേണ്ടി സഹായിച്ച ഇ.ടി. അച്യുതൻ വൈദ്യരെക്കുറിച്ച് പറഞ്ഞു. ഈ പുസ്തകത്തിൽ 742 വൃക്ഷലതാദികളെ കുറിച്ച് പ്രതിപാദിക്കുന്നു. അതുപോലെ തെങ്ങ്, ആൽമരം ഇവയൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. ആ പുസ്തകത്തിൽ ആദ്യം പ്രതിപാദിക്കുന്നത് തെങ്ങിനെക്കുറിച്ചും അവസാനം പ്രതിപാദിക്കുന്നത് ആൽമരത്തെക്കുറിച്ചുമാണ്. 12 വോള്യങ്ങളിലായിട്ടാണ് പുസ്തകം ഉള്ളത്. ഈ പുസ്തകം രചിക്കാൻ സഹായിച്ച ഒരു പുരോഹിതനുണ്ട്. പുരോഹിതൻ്റെ പേര് ജോൺ മാത്യു എന്നാണ്. ജോൺ മാത്യൂസ് എന്ന പുരോഹിതൻ ഈ പുസ്തകം എഴുതാൻ സഹായിച്ചു. പുസ്തകം എഴുതാൻ സഹായിച്ച ഈഴവനായിരുന്നു നേരത്തെ നമ്മൾ പഠിച്ച ഇ.ടി. അച്യുതൻ. അതുപോലെ ബ്രാഹ്മണരാണ് അപ്പുഭട്ട് പ്രധാനമായിട്ടും, പിന്നീട് രംഗഭട്ട് ആൻഡ് വിനായകഭട്ട്. മുൻപ് പഠിച്ചതുപോലെ ഡച്ചുകാരുടെ പതനത്തിന് കാരണമായിട്ടുള്ള യുദ്ധമായിരുന്നു കുളച്ചിൽ യുദ്ധം. ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും അതുപോലെ ഡച്ചുകാരും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധമാണ് കുളച്ചിൽ യുദ്ധം 1741 ഓഗസ്റ്റ് 10. ഈ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ കേപ്പ് ഡിലനോയിയെ തോൽപ്പിച്ചു. അദ്ദേഹത്തിനെയാണ് വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത്. കേപ്പ് ഡിലനോയി ആണ്. അദ്ദേഹത്തെ തോൽപ്പിച്ചു. അദ്ദേഹത്തിന് സ്മാരകം പണിതു. ഉദയഗിരി കോട്ട, കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ് ഇദ്ദേഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഭരണം അവസാനിച്ചു. ഡച്ചുകാരുടെ ഭരണം അവസാനിക്കുന്നു മാവേലിക്കര ഉടമ്പടി പ്രകാരം. 1753 ഓഗസ്റ്റിലെ മാവേലിക്കര ഉടമ്പടി പ്രകാരം ഡച്ചുകാരുടെ ഭരണം അവസാനിക്കുന്നു. പിന്നീട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പോയിൻ്റാണ് കുളച്ചിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ഫ്രഞ്ച് സേനാ നായകൻ ആരാണെന്ന്.
PC ചോദിച്ചിട്ടുണ്ട്. കുളച്ചിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ഫ്രഞ്ച് സേനാനായകനായിരുന്നു ഡോങ്ക. അങ്ങനെ ഡച്ചുകാരുടെ കാലം കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ളത് ഇംഗ്ലീഷുകാരാണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത് 1600-കളിലാണ്. അതുപോലെ ബ്രിട്ടീഷുകാർ അവരുടെ കേരളത്തിലെ ആദ്യത്തെ കോട്ട സ്ഥാപിക്കുന്നത് അഞ്ചുതെങ്ങാണ് 1695. പക്ഷേ അവരുടെ ഇന്ത്യയിലെ ആദ്യത്തെ കോട്ട മദ്രാസിലുള്ള സെൻറ്റ് ജോർജ് കോട്ടയാണ്. കേരളത്തിലെ ആദ്യത്തെ കോട്ട അഞ്ചുതെങ്ങാണ് 1695. പക്ഷേ ഇന്ത്യയിലെ ആദ്യത്തെ കോട്ട 1641 സെൻറ്റ് ജോർജ് കോട്ട, മദ്രാസ്. അവരുടെ പ്രധാന ഫാക്ടറികൾ ഗുജറാത്തിലെ സൂറത്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സൂറത്തിൽ തുടങ്ങി ഇംഗ്ലീഷുകാർക്ക് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പറ്റി. അപ്പോൾ സൂറത്തിൽ ഫാക്ടറി തുടങ്ങാൻ വേണ്ടിയിട്ട് അവർക്ക് അനുവാദം നൽകിയത് ജഹാംഗീർ മുഗൾ ചക്രവർത്തിയാണ്. പിന്നീട് കൊൽക്കത്ത പട്ടണത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജോബ് പാർനോക്ക് എന്ന ആളാണ്. 1608 ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസും 1615 തോമസ് റോയും കൂടിയിട്ടാണ് ഈ സൂറത്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് സൂറത്തിൽ ഫാക്ടറി തുടങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത്. പിന്നീട് അവർ ഒരുപാട് മുന്നേറ്റങ്ങളൊക്കെ നടത്തുന്നുണ്ടായി. 1611 മസൂലി പട്ടണം അവർ നേടി. അതേപോലെ 1613 സൂറത്ത്, 1626 മറ്റ് പട്ടണങ്ങൾ. മദ്രാസ് പിടിച്ചെടുത്തത് 1639. 1641 സെൻറ്റ് ജോർജ് ഫോർട്ട്, നേരത്തെ നമ്മൾ പഠിച്ച സെൻറ്റ് ജോർജ് ഫോർട്ട് മദ്രാസിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ഥാപിച്ച ബ്രിട്ടീഷുകാരുടെ കോട്ടയാണ് സെൻറ്റ് ജോർജ് ഫോർട്ട്. ഇത്രയുമാണ് ബ്രിട്ടീഷുകാരെ പറ്റി നമ്മൾ പഠിക്കുന്നത്. പിന്നീട് ഫ്രഞ്ചുകാരിലേക്ക് വരാം. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1664 സ്ഥാപിക്കുന്നു. കോൾബർട്ടാണ് സ്ഥാപിക്കുന്നത്. ഇന്ത്യയിലെ ഫ്രഞ്ച് സ്ഥാപനങ്ങളുടെ സ്ഥാപകനാണ് മാർട്ടിൻ എന്ന നേതാവ്. ബീജാപ്പൂർ സുൽത്താനിൽ നിന്നും പോണ്ടിച്ചേരി നേടിയെടുത്ത ഫ്രഞ്ച് ഗവർണറാണ് ഇദ്ദേഹം. മാർട്ടിനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് പറഞ്ഞത്? ഇന്ത്യയിലെ ഫ്രഞ്ച് സ്ഥാപനങ്ങളുടെ സ്ഥാപകനാണ്. അതുപോലെ ബീജാപ്പൂർ സുൽത്താനിൽ നിന്നും പോണ്ടിച്ചേരി നേടിയെടുത്ത ഫ്രഞ്ച് ഗവർണറാണ്. പിന്നീട് മയ്യഴി എന്ന സ്ഥലത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. മയ്യഴിയിലെ വ്യാപാര സ്ഥാപനം സ്ഥാപിച്ച ഫ്രഞ്ച് ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ ലിനോയ്. അതുപോലെ കാരക്കൽ പിടിച്ചെടുത്ത ഫ്രഞ്ച് ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ ഡൂമാസ്. ഒന്നുകൂടി പറയാം. ബീജാപ്പൂർ സുൽത്താനിൽ നിന്ന് പോണ്ടിച്ചേരി പിടിച്ചെടുത്തത് മാർട്ടിനാണ്. മയ്യഴി വ്യാപാര സ്ഥാപനം സ്ഥാപിച്ച ഫ്രഞ്ച് ഗവർണർ ലിനോയ് ആണ്. കാരക്കൽ പിടിച്ചെടുത്ത ഫ്രഞ്ച് ഗവർണർ ഡൂമാസ്. ഈ മയ്യഴി പുഴയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതിനെ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നുകൂടി അറിയപ്പെടും. മയ്യഴി പുഴ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടും. അവിടുത്തെ കോട്ട 1724 സ്ഥാപിക്കുന്നത്. പിന്നീട് പ്രസിദ്ധമായിട്ടുള്ളൊരു യുദ്ധത്തിനെ പറ്റി നമ്മൾ പഠിച്ചു. കർണാട്ടിക് യുദ്ധങ്ങൾ. ആരൊക്കെ തമ്മിലായിരുന്നു? ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള കർണാട്ടിക് യുദ്ധങ്ങൾ 1746 മുതൽ 63 വരെ നടന്നു. ആദ്യ കർണാട്ടിക് യുദ്ധം അവസാനിച്ചത് 1748. മൂന്നാമത്തെ കർണാട്ടിക് യുദ്ധം പാരീസ് ഉടമ്പടിയിലാണ് അവസാനിക്കുന്നത്. ഫ്രഞ്ചുകാർ പൊതുവെ അറിയപ്പെടുന്നത് പരന്തേസിക്കാർ എന്നാണ്. ഇന്ത്യയിൽ അവസാനമായി എത്തിയ യൂറോപ്യൻ ശക്തികളാണ് ഫ്രഞ്ചുകാർ. കേരളത്തിലെ ആസ്ഥാനം മുന്നേ പറഞ്ഞതുപോലെ മയ്യഴി അല്ലെങ്കിൽ മാഹിയാണ്. ഇന്ത്യയിലെ പോണ്ടിച്ചേരിയാണ്. 1954 ഇവർ ഇന്ത്യ വിട്ട് പോവുകയുണ്ടായി. പിന്നീട് ഡെൻമാർക്കുകാർ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു.
അവരുടെ കേരളത്തിലെ കച്ചവട കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഇടവയാണ്, വർക്കല. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഡെൻമാർക്കുകാർ കേരളത്തിലേക്ക് വരുന്നു ഫ്രഞ്ചുകാർക്ക് ശേഷം. അവർക്ക് കേരളത്തിലെ കച്ചവട കേന്ദ്രമായിട്ടുണ്ടായിരുന്നത് ഇടവയാണ്, വർക്കലയിലുള്ള ഇടവ. ഇപ്പോൾ ബ്രിട്ടീഷുകാരെ പറ്റി പറഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാൻ വിട്ടുപോയി. ബ്രിട്ടീഷുകാർ അഞ്ചുതെങ്ങിൽ കേരളത്തിലെ ആദ്യത്തെ കോട്ട കെട്ടിയെന്ന് പറഞ്ഞു 1695. പക്ഷേ ഈ കോട്ടയൊക്കെ കെട്ടിയതിന് ശേഷം ആറ്റിങ്ങലിലെ ഈ അഞ്ചുതെങ്ങ് പ്രദേശത്ത് കോട്ട പണിതതിന് ശേഷം ഇവരുടെ കുരുമുളക് കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതിനെതിരെ ഇവിടെ പ്രക്ഷോഭങ്ങളൊക്കെ നടന്നു. അങ്ങനെ അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നു 1697. ആ കലാപത്തിന് ശേഷം 1721 ആറ്റിങ്ങൽ കലാപം നടക്കുന്നു. ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത് ഒരു സംഘടിത കലാപമാണ്, വെൽ പ്ലാൻഡ് ആണ്. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. 1721 ആറ്റിങ്ങൽ കലാപം നടക്കുന്നു. 1697 അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നു. അപ്പോൾ 140 പട്ടാളക്കാരെയും അവരുടെ മേധാവിയായ ഗിഫോർഡിനെയും ജനങ്ങൾ ഈ ആറ്റിങ്ങൽ കലാപം വഴി വധിക്കുകയുണ്ടായി. പിന്നീട് ബ്രിട്ടീഷുകാർക്കെതിരെ നടക്കുന്ന ഒരു കലാപമാണ് കുറിച്യർ ലഹള 1812. ഇത് വയനാട്ടിലെ കർഷകരാണ് നടത്തിയത് ബ്രിട്ടീഷുകാർക്കെതിരെ. കാരണം അവർക്ക് അധിക നികുതി വ്യവസ്ഥയ്ക്ക് എതിരെ അവർ നടത്തിയ കലാപമാണ്. അവരുടെ നേതാവായിരുന്നു രാമനമ്പിയാണ് കുറിച്യർ ലഹള 1812 നടത്തുന്നത്. കൂടെ ഒരു കാര്യം കൂടി പഠിക്കാനുണ്ട്. 1723 ബ്രിട്ടീഷുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ ഒരു സന്ധി ഉണ്ടാകുന്നുണ്ട്. 1723 വേണാട് സന്ധി എന്നാണ്. അത് നമ്മൾ തിരുവിതാംകൂറിൻ്റെ ചരിത്രമൊക്കെ പഠിക്കും. പക്ഷേ ഇത് ജസ്റ്റ് ഒന്ന് ഇവിടെ ഓർത്ത് വയ്ക്കുക. ബ്രിട്ടീഷുകാരെ പറ്റി പഠിക്കുമ്പോൾ ബ്രിട്ടീഷുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലൊരു സന്ധി ഉണ്ടാകുന്നതിനെ കുറിച്ച് പഠിക്കുക. നമ്മൾ മുന്നേ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലുള്ള യുദ്ധം പഠിച്ചു, കുളച്ചിൽ യുദ്ധം. അതുപോലെ ബ്രിട്ടീഷുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലൊരു സന്ധി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതാണ് വേണാട്ട് സന്ധി 1723. അലക്സാണ്ടർ ഓമും മാർത്താണ്ഡവർമ്മയും തമ്മിൽ, അതായത് ബ്രിട്ടീഷുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ. അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. എല്ലാവരും ഇത് കേട്ട് നന്നായിട്ട് ഗ്രാസ്പ് ചെയ്ത് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമുക്കത് ഡിസ്കസ് ചെയ്തിട്ട് മറ്റ് ക്ലാസ്സുകളിലേക്ക് എടുക്കാം. ഇനിയും ഒരുപാട് എടുക്കാനുണ്ട്. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്.